ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു കസൂത്തി വർക്കിൻ്റെ ചെറിയൊരു മോട്ടിഫ് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. സോ ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മൊസ്കിറ്റോ നെറ്റ്, നമ്മുടെ കോട്ടൺ ഒരു മൊസ്കിറ്റോ നെറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേമാതിരി നമ്മൾ ചെയ്യുന്നതിൻ്റെ മുകളിലേക്ക് അവിടെ എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ വയ്ക്കുന്നുണ്ട്. ഈ ആങ്കറിൻ്റെ ഒരു പേൾ കോട്ടൺ ത്രെഡാണ് സാധാരണ കസൂത്തി വർക്ക് ചെയ്യാൻ ഞാൻ എടുക്കാറ്. അത് 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് ഞാൻ എടുക്കാറുണ്ട്. പുറത്തൊരു പക്ഷി ചലിക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഞാൻ ആ ഡിസൈൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് ഡിസൈൻ വരയ്ക്കൊന്നും വേണ്ട. കസൂത്തി വർക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ, അതിങ്ങനെ ഒരു റണ്ണിങ് സ്റ്റിച്ച് പോകുന്ന മാതിരി ചെയ്ത് പോവുകയാണ്. പക്ഷേ ഇതിനൊരു റൂളുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരേ മാതിരി ആയിരിക്കണം. സോ നമ്മൾ ഒരു ഭാഗത്തേക്ക് ചെയ്യുമ്പോൾ ഒരു എൻഡായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ച് വരും. ഒരു സർക്കുലർ പോർഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രാവശ്യം അത് ചെയ്തിട്ട് അത് എന്താ പറയുക, സർക്കുലർ പോർഷൻ ആകുമ്പോൾ ഒരു ക്ലോക്ക് വൈസ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെ തുടങ്ങിയെടുത്ത് അവസാനിച്ചതിന് ശേഷം തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്ത് വരുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആവും. അങ്ങനെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി അടുത്തടുത്തിലേക്ക് കുത്തിയപ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ ഇപ്പോൾ തീർന്നല്ലോ. അപ്പോൾ തിരിച്ചു പോയിരുന്നു, തുടങ്ങിയെടുത്ത് വന്ന് അവസാനിച്ചു, പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. അവിടെ ഒരു സർക്കുലർ മാതിരി ഒരു ഡയമണ്ട് ഷേപ്പ് ഉണ്ട്. സോ ഡയമണ്ട് ഷേപ്പിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ ഈ ഒരു അറ്റത്തേക്ക് ഒരു ഡിസൈൻ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. സോ അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാനിതിലേക്ക് പോകുന്നത്. അതിനുശേഷം തുടങ്ങിയെടുത്ത് വന്ന് അവസാനിച്ചു. ഇനി നമ്മൾ തിരിച്ച് ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ബാക്കും ഫ്രണ്ടും സെയിം വരുന്ന മാതിരി കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സെറ്റ്, ഒരു ഡിസൈൻ ഇങ്ങനെ ഒരു ഭാഗത്തേക്കുള്ള ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കോർണർ വൈസിലുള്ള ആ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതിങ്ങനെ മുകളിലോട്ട് ഒരു വശമായിട്ട് അങ്ങ് ചെയ്ത് പോവുകയാണ്. ഒരു ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ക്വയർ മാതിരി ഉണ്ട്, പക്ഷെ അതിൻ്റെ ഓരോ ഭാഗം മാത്രം ചെയ്ത് ഇതിപ്പോൾ നമുക്ക് എൻഡായപ്പോൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ആ സ്ക്വയറിൻ്റെ തുടങ്ങിയെടുത്ത് വന്ന് അവസാനിച്ചു. പക്ഷേ അതൊരു സർക്കിൾ മാതിരിയാണ്. സോ നമ്മൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ആ തുടങ്ങിയെടുത്ത് തന്നെ വന്ന് പിന്നെയും കുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബാക്കിലും ഫ്രണ്ടിലും സെയിം വരുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇനി അടുത്തത് ഒരു സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ലെഫ്റ്റ് സൈഡ്, ഒരു റൈറ്റ് സൈഡ് ചെയ്തു, ലെഫ്റ്റ് സൈഡ് ചെയ്യുകയാണിപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ചെയ്തു. പിന്നെ നമുക്കൊരു ലൈൻ മാതിരി ഉണ്ട്, അത് ചെയ്തു. താഴെ നമുക്ക് മുകളിലോട്ട് പോയപ്പോൾ താഴെ ഒരു ലൈൻ വന്നിട്ടുണ്ടാവും. പിന്നെയും ആ ഒരു സ്ക്വയർ മാതിരി ഷേപ്പാണ്. സോ ഇതേപോലെ അപ്പോൾ നമുക്ക് ഈ ഡയഗണൽ വൈസിലുള്ള ആ ഒരു ഡിസൈനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം നടുക്കൊരു സ്ക്വയർ ഉണ്ട് കേട്ടോ. സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഡിസൈനിൽ ഒരു സ്ക്വയർ ഉണ്ട്. അത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് തിരിച്ച് കറങ്ങി കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ വീണ്ടും ആദ്യം ചെയ്ത ആ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഞാൻ നല്ല സ്പീഡിലൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ, കാരണം മൊത്തം കാണിക്കണമെന്നില്ല. ഇപ്പോൾ ചെയ്തത് തന്നെയാണ് അത്. ഇനി ഈ ഒരു 2 ഡിസൈനാണ് ഇനി റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 4 ടൈംസ് ഓരോ ഡിസൈൻസും നമ്മളിതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതേപോലെ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. സോ ഇതിനി അവസാനിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു കോർണർ വൈസിലുള്ള ആ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തത് നേരത്തെ ഒന്ന് കാണിച്ചതാണ്, ഒന്നും കൂടി അതൊന്ന് കാണുക. തിരിച്ച് ആ ഒരു സ്ക്വയർ പോർഷൻ നമ്മൾ ചെയ്യുന്നു. സോ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഒരിടത്ത് എൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് വരിക. അതല്ല സർക്കുലർ മാതിരിയാണെന്നുണ്ടെങ്കിൽ ഒരു ചുറ്റിയിട്ട് തിരിച്ച് കറങ്ങി അടുത്തതൊന്നും കൂടി ചെയ്യുമ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നോക്കുക, നമുക്ക് ഈ ഒരു ഡിസൈൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങിയോ സ്ക്വയർ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു സെൻറ്ററിലുള്ളൊരു ഡിസൈൻ ആയിരുന്നല്ലോ, അവിടേക്ക് കുത്തി പൊക്കിയതേ നമ്മൾ എടുത്തു. എവിടെ നിന്നാണോ കുത്തി പൊക്കി എടുത്തത് അവിടെ തന്നെ പൊങ്ങി വന്നു. ഇനി തിരിച്ചു പോവുകയാണ്. നമ്മൾ ചെയ്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ സെൻറ്ററിലുള്ള ആ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് നിർത്തുകയാണ്.
നോക്കുക, ഇതേപോലെ ഇത് ചെയ്ത് തീർക്കുക. സോ നോക്കുക, ഈ ഒരു ഡിസൈൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ ഒരു സ്ക്വയേഴ്സൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ മൊസ്കിറ്റോനെ കറക്റ്റായിട്ട് ഒരു ഡയറക്ഷൻ, കറക്റ്റ് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മൊസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് ആ നെറ്റ് നമുക്ക് അഴിച്ച് കളയണം. അപ്പോൾ അത് അഴിച്ച് കളയുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വേറെ വീഡിയോസിലൊക്കെ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. സോ എക്സ്ട്രാ ഉള്ളതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം നോക്ക്, ഒരു സിംഗിൾ ലൈൻ വരുന്നതാണ് നമ്മൾ വലിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നോക്കുക, ഇങ്ങനെ എടുക്കുന്നത് ഒറ്റ ലൈനും ഇവിടെ താഴെ നിൽക്കുന്നത് ഓരോ രണ്ട് ലൈൻസ് ആയിട്ടുള്ളതാണ് താഴെ നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഒറ്റ ലൈൻ, ഒരു സൈഡിലേക്ക് 2 ത്രെഡും ഇപ്പുറത്തേക്ക് 1 ത്രെഡും, എന്താ 2x1 ആയിട്ടാണ് ഈ ഒരു നെറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 1 ത്രെഡ് ഉള്ളത് മാത്രം ഇതേമാതിരി ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. 2 ത്രെഡ് ഉള്ളത് അഴിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. സോ ഒരു ഡയറക്ഷനിൽ നിന്ന് തന്നെ അഴിക്കുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കുക, നല്ല വൃത്തിയായിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടും. സോ ഇതാണ് നമ്മളുടെ ഡിസൈൻ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരേമാതിരി ഇരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ഞാൻ കെട്ടിട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ വീഡിയോ ഇതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.